മാന്യ പ്രേക്ഷകരെ ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വിഷയം വേറൊന്നുമല്ല, 2-3 ദിവസമായിട്ട് ഫേസ്ബുക്കിലൊക്കെ കറങ്ങി നടക്കുന്നൊരു വാർത്തയാണ്. ഇത് നമുക്കിട്ടാണല്ലോ മച്ചമ്പി. ഉദ്ദേശിച്ചതാരെന്ന് മനസ്സിലായി കാണും, പറഞ്ഞുതരാം. ഷൈൻ നിഗം, പുള്ളി RDX ഒക്കെ ഹിറ്റായി. അങ്ങനെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നൊരു കോടാലി പടത്തിൻ്റെ ലോഞ്ച് ഇൻ്റർവ്യൂവിന് എന്തോ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഇടയിൽ പുള്ളി ഉണ്ണിമുകുന്ദനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതായത് പുള്ളി പരാമർശിച്ചത് ഇങ്ങനെയാണ്: ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഷോർട്ട് ഫോം ഊംഫി എന്ന് പറഞ്ഞ് ഒരുമാതിരി തേർഡ് റൈറ്റ് താറ്റുന്ന പോലെ ഒരു താറ്റി. പക്ഷേ സംഭവിച്ചതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യഷിൻ്റെ അതേ അവസ്ഥയാണ് ഉണ്ണിക്കും കിട്ടിയത്. യഷിന് നല്ലൊരു പ്രൊഡ്യൂസർ വന്നു, നല്ലൊരു ഡയറക്ടറെ കിട്ടി, യശ് അത്രയും എഫേർട്ട് എടുത്തു, നല്ലൊരു പടം ഉണ്ടായി. പടത്തിൻ്റെ പേര് KGF. സെയിം ഹാപ്പൻഡ് ഹിയർ. ഉണ്ണിമുകുന്ദൻ്റെ നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടി, അതിനുപരി നല്ലൊരു ഡയറക്ടർ വന്നു, അതിനുപരി ഈ പറഞ്ഞ സെയിം പടത്തിൻ്റെ KGFൻ്റെ മ്യൂസിക് ഡയറക്ടറിനെ നേരിട്ടിങ്ങി പ്രത്യക്ഷപ്പെട്ടു, രവി ബർസൂർ. ഇതെല്ലാം കൂടെ ചേർന്ന് ഉണ്ണിയുടെ എഫേർട്ടും കൂടെ ആയപ്പം ഉണ്ണിക്കും കിട്ടി ഒരു സാധനം, മാർക്കോ. സംഭവം ഇപ്പോൾ പറ്റിപ്പോയ വേറൊന്നുമല്ല, കേരളത്തിൽ മാത്രം കിടന്ന ഉണ്ണി ഇപ്പോൾ അങ്ങ് നോർത്ത് ഇന്ത്യ വരെ എത്തി. നോർത്ത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അങ്ങ് എത്തി. ഒരു അറബി വരെ റീസെൻ്റ്ലി ഇപ്പോൾ ഇടയ്ക്ക് മാർക്കോയെ പറ്റിയൊരു റിവ്യൂ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഉണ്ണിയെ സംബന്ധിച്ച് ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇത് മലയാളികൾക്ക് അഭിമാനിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഷൈനിൻ്റെ അടുത്ത് 2 ദിവസം മുമ്പ് ഷൈനിൻ്റെ ഒരു തമിഴ് ഫിലിം മദ്രാസ്കാരൻ എന്ന് പറഞ്ഞൊരു കോടാലി പടം, അതിൻ്റെ ഒരു ലോഞ്ച് ഇൻ്റർവ്യൂവിൽ ഒരു അവതാരക ചോദിച്ചു, ഷൈൻ മാർക്കോ കണ്ടോ എന്ന്. സ്വാഭാവികം, കുരു പൊട്ടിയിരിക്കണവൻ്റെ താഴെ ആസനത്തിൽ തീയെത്തിച്ച അവസ്ഥയായി. ഷൈന് പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടില്ല. കാണാത്തത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല, അത് അവരുടെയൊക്കെ പേഴ്സണൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ആയിരിക്കും. ബട്ട് ഷൈൻ, യു ഹാവ് ടു സീ ദാറ്റ് മൂവി, മസ്റ്റ് വാച്ച് മൂവി, യു ഹാവ് ടു സീ ഇറ്റ്. യു ക്യാൻ ആൾസോ സീ ദിസ് മൂവി. കണ്ണടിച്ച് പോകത്തൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, യു ക്യാൻ വാച്ച് ഇറ്റ്. പക്ഷേ ഷൈന് കണ്ടില്ലെന്ന് പറഞ്ഞു. അതിനുപരി ഉണ്ണിയെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഷൈന് പറഞ്ഞു, അതിന് അത്രമാത്രം ആത്മബന്ധമൊന്നും നമുക്കില്ലെന്ന്. രണ്ടാമത്തെ കുരുവും പൊട്ടി. മൊത്തത്തിൽ ഇടിയൊട്ടിയവനെ പാമ്പ് കടിച്ചെന്നുള്ള അവസ്ഥയായി അവന്. അതങ്ങനെയാണ് ബ്രോ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും കാണും. സെയിം ഹാപ്പൻഡ് ഹിയർ. അന്ന് ഉണ്ണിയുടെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊരു ഫിലിം റിലീസായി, അധികം ആരും അറിഞ്ഞിട്ടുമില്ല. അതങ്ങ് വന്നതുപോലും ഉണ്ണി ഫാൻസ് അല്ലാതെ വേറെ ആരും ആ പടം കണ്ടിട്ട് പോലുമില്ല. ഈ പറഞ്ഞ ഞാൻ പോലും കണ്ടിട്ടില്ല. പുള്ളിയൊരു ബാഡ് ടൈം എന്ന് വേണം പറയാൻ. ആ ടൈം, ആ സമയത്ത് ഈ ഷൈൻ അഭിനയിച്ച RDX എന്തോ വൻ രീതിയിൽ ഹിറ്റായി. കേരളത്തിൽ തരംഗം കുളിച്ചൊരു സിനിമയാണ് RDX എന്ന് പറയുന്നത്. സെയിം ഹാപ്പൻ റൈറ്റ് നൗ. ഷൈനിന് മദ്രാസ്കാരൻ എന്ന് പറഞ്ഞൊരു കോടാലി പടവും കിട്ടി. അതേസമയം ഉണ്ണി ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമയായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, യഷിന് KGF എന്നപോലെ ഉണ്ണിമുകുന്ദന് മാർക്കുമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ദേവ് പട്ടേൽ, പുള്ളി കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇറക്കിയൊരു ഫിലിമാണ് മങ്കി മാൻ. ഞാൻ ആ ഫിലിം കണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ദേവനെ പോലൊരു ക്യാരക്ടർ മങ്കി മാനൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കങ്ങോട്ട് ബിലീവ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഐ റിയലി ലൈക്ക് ദാറ്റ് മൂവി വെരി മച്ച്. അതുപോലെ നാളെ ഷൈനും ഒരു മങ്കി മാൻ പോലെ ഒരു ഫിലിം മലയാളത്തിൽ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരും നശിച്ചു പോകാൻ നമ്മളവിടെ പ്രാർത്ഥിക്കുന്നില്ല, എല്ലാവരും അവിടെ നന്നായിരിക്കണം. ആരും ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഫ്രസ്ട്രേഷൻ ആവേണ്ട ആവശ്യമില്ല. അവരവർക്ക് തിന്നേണ്ട നെൽമണിയിൽ ആ പേരങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്, അത് സമയമാകുമ്പോൾ തിന്നാൻ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യം. അപ്പോൾ ഷൈന് തീർച്ചയായിട്ടും ഈ പടം കാണണം. കാര്യം ഞാൻ ഷൈനൊരു ഇഷ്യൂ പണ്ട് ഇതുപോലെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെല്ലാം എൻ്റെയർ ആയിട്ടുള്ള ക്രൂവും ഷൈനെതിരായിട്ട് നിന്നപ്പം ഷൈനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതിന് വേണ്ടി ഞാനൊരു പോസ്റ്റും എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതുമാത്രമല്ല, ഷൈൻ്റെ ഫാദറിനെ ഒരിക്കൽ പേഴ്സണലായിട്ട് കണ്ടിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഷൈനിന് ഇത് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ലൈക്ക് ഞാനൊരു ട്രിപ്പ് പോയ സമയത്ത് വയനാട് ചുരം ഞാൻ കയറിക്കൊണ്ടിരിക്കുക, ഞാൻ ടീ ഷോപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പാസ് ചെയ്ത് പോകുന്നു. ആ സമയത്ത് പറവ ഇറങ്ങിയ ടൈമാണ്. ഞാൻ എടാ ഷൈനടാ
ബാക്കിൽ നിന്ന് വണ്ടിയുടെ വിട്ടോ നേരെ ചെന്ന് വണ്ടി ക്രോസ് ചെയ്തതിന് ടാറ്റ കാണിച്ച്. അന്ന് അബീക്ക ഉണ്ടായിരുന്നു കൂടെ, പക്ഷേ അതിൻ്റെ ഫാദറും ഉണ്ടായിരുന്നു. എന്ത് നല്ലൊരു പയ്യനാണ്. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ഇവൻ ഇത്ര ഡീസൻ്റ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് റീസെൻ്റ്ലി ചില ഇൻ്റർവ്യൂസിലൊക്കെ പുള്ളിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ, പുള്ളിയുടെ ബിഹേവിയറും ഇനി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തീരെ എനിക്ക് ഡൈജസ്റ്റ് ആവാതായിപ്പോയി. സോ ഷൈൻ എന്തായാലും ഈ മൈൻഡ് മാറ്റണം. ഐ എം റിയലി ടെല്ലിങ് യു ടു ചേഞ്ച് യുവർ മൈൻഡ്. കാര്യം മാർക്കോ എന്ന് പറഞ്ഞൊരു മൂവി ഷൈനെ കാണാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഷൈൻ, യു ഹാവ് ടു സീ ദാറ്റ് മൂവി. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ലേൺ സംതിങ് ഫ്രം ദാറ്റ്. എങ്ങനെ എവിടെ ഇതൊക്കെ വർക്കൗട്ട് ആക്കാം എന്നുള്ള രീതി ഷൈനിന് ഏകദേശം കുറച്ച് പിടികിട്ടും. ഉണ്ണി അതിനൊരു ലീഡ് മാത്രം. ബട്ട് ഉണ്ണി വിൻ ദ ലീഡ്. ഉണ്ണി ജയിച്ചു എന്ന് വേണം പറയാൻ. ഇനി അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ മാറ്ററിന് ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ ആരും മറ്റുള്ളവരുടെ കാര്യം ഓർത്ത് ഫ്രസ്ട്രേഷൻ ആവേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നമുക്കൊരു ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രം നമുക്ക് ഫ്രസ്ട്രേഷൻ ആവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സംടൈംസ് വി ഷുഡ് ബി സൈലൻറ്റ് ഓർ എൽസ് വർക്ക് ഇറ്റ് ഔട്ട് ലൗഡ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നല്ല അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതല്ല, നിങ്ങൾക്ക് വേറെ ഞാൻ പറഞ്ഞതിനുപരിയല്ലാതെ വേറെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അവിടെ കമൻറ്റ് ചെയ്ത് നിരത്തിക്കൊള്ളുക. ആരും കമൻറ്റ് ചെയ്യാതിരിക്കരുത്. കാര്യം ദയവ് ചെയ്ത് വീഡിയോ മൊത്തം കാണണം. ഇത് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചൊക്കെ എടുക്കുന്ന കുറച്ച് കഷ്ടപ്പാടിൻ്റെ പണിയൊക്കെ ഉണ്ട്. എല്ലാവരും പറയും ചുമ്മാ ഒരു ലൈറ്റിൻ്റെ മൂട്ടിലിരുന്നങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ പറയാനും ഒരു മൈൻഡ് സെറ്റ് വേണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിനുള്ളൊരു ഇത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വ്യൂവേഴ്സും എല്ലാവരും എനിക്ക് തരിക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡിംബൂസ് ടോക്സിൽ ഇനി ഒരു എപ്പിസോഡിൽ അടുത്തൊരു സംഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.